Before we begin, please note that this video contains AI-generated visualizations, is strictly for educational purposes, and is not financial advice. ഒരു പരമ്പരാഗത ഇരുമ്പ് നിർമ്മാണ ഫാക്ടറി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇപ്പോൾ പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം, പിന്നെ ഭീമാകാരമായ പുകക്കുഴലുകൾ, ഇരുമ്പ് പൈപ്പുകൾ മുറിക്കുന്ന വലിയ ശബ്ദം. സാധാരണയായി നമ്മൾ മനസ്സിൽ കാണുന്നൊരു കാഴ്ച അതാണ്. അതെ, അവിടെ സാധാരണ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും വേണ്ടിയുള്ള കമ്പികളോ കുഴലുകളോ ഒക്കെയാവും നിർമ്മിക്കുന്നത്. എന്നാൽ ഇതേ ഫാക്ടറിയിൽ വെച്ച് അതേ തൊഴിലാളികളെ ഉപയോഗിച്ച് അത്യാധുനിക റഡാർ സിസ്റ്റങ്ങളും ഡ്രോണുകളും നിർമ്മിക്കാൻ തുടങ്ങിയാലോ? ശരിക്കും അതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ്. ആലോചിക്കുമ്പോൾ തന്നെ ആശ്ചര്യമാണ്. അതെ, ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ്, അതായത് LEWL എന്ന കമ്പനിയിൽ ഇപ്പോൾ കൃത്യമായി സംഭവിക്കുന്നത് ഇതാണ്. ഈ വിശദമായ പരിശോധനയിലേക്ക്, അതായത് നമ്മുടെ ഈ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എടുത്തിരിക്കുന്നത് വെറുമൊരു മെറ്റൽ നിർമ്മാണത്തിൽ നിന്നും ഒരു വലിയ ടെക് ഭീമനായി അവരെങ്ങനെ മാറി എന്നതിന്റെ കൃത്യമായ ബ്ലൂ പ്രിന്റാണ് ഈ റിപ്പോർട്ടിലുള്ളത്, അല്ലേ? തീർച്ചയായും വളരെ കൗതുകകരമായ ഒരു മാറ്റമാണിത്. അതായത് ഒരു കമ്പനി തങ്ങളുടെ പ്രവർത്തന മേഖല പൂർണ്ണമായും പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും മികച്ചൊരു ഉദാഹരണമില്ല. ശരിയാണ്. ഇത് വെറുമൊരു ബിസിനസ് വിപുലീകരണം മാത്രമല്ല, കമ്പനിയുടെ DNA തന്നെ മാറ്റിയെഴുതുന്നൊരു പ്രക്രിയയാണ്. ഈ റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ സാങ്കേതികവിദ്യ, പിന്നെ ബിസിനസ് തന്ത്രങ്ങൾ, രാജ്യസുരക്ഷ, ഇതെല്ലാം അവർ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം. നമുക്കവരുടെ കോർപ്പറേറ്റ് ഘടനയിലുണ്ടായ ആ വലിയ മാറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കുതിച്ചുചാട്ടത്തിന് അടിത്തറയിട്ടത് വലിയൊരു ലയനമാണ്. അതെ, ആ മെഗാ മെർജർ. കൃത്യമായി LEWL, പിന്നെ മെറ്റൽ ഫാബ്, ടെക്നോ ഇൻഡസ്ട്രീസ്, പിന്നെ LICL എന്നീ 4 കമ്പനികൾ തമ്മിലാണ് ഇവിടെ ലയനം നടന്നത്. ഇതോടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 185.50 കോടി ഷെയറുകളായി മാറിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണക്കുകളേക്കാൾ ഉപരി ഇതെങ്ങനെ അവരുടെ പ്രവർത്തനത്തെ മാറ്റിമറിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മുൻപ് പല കമ്പനികളായി നിന്നിരുന്നവർ ഒന്നിക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ലയനം അവരുടെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്കാണെന്ന് തന്നെ പറയാം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ എഞ്ചിനീയറിംഗ് കോൺട്രാക്റ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു വലിയ പ്രോജക്റ്റ് വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു വലിയ റിഫൈനറി പ്ലാന്റ് നിർമ്മിക്കണമെങ്കിൽ അതിന്റെ ഡിസൈൻ ചെയ്യാൻ ഒരു കമ്പനിയെ ഏൽപ്പിക്കും. അതിനുവേണ്ട യന്ത്രങ്ങൾ നിർമ്മിക്കാൻ വേറൊരു കമ്പനിയെയും, അതെല്ലാം അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ച് പണി പൂർത്തിയാക്കാൻ മറ്റൊരു കമ്പനിയെയുമാണ് സാധാരണ ഏൽപ്പിക്കാറുള്ളത്. അപ്പോൾ പല കമ്പനികൾ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അതെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കമ്പനിക്കും അവരുടേതായ ലാഭവിഹിതം കൊടുക്കേണ്ടി വരും. അതായത് ആകെ ലഭിക്കുന്ന ലാഭം പലയിടത്തായി ചോർന്നു പോകുന്നു. ശരിയാണ്, എല്ലാവർക്കും പങ്കു കൊടുക്കണമല്ലോ. എന്നാൽ ഈ ലയനത്തോടെ ഡിസൈൻ, നിർമ്മാണം, പിന്നെ എക്സിക്യൂഷൻ, ഇതെല്ലാം അവർക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കും. ഈ ഇൻഡസ്ട്രിയിൽ ഇതിനെ EPC എന്നാണ് വിളിക്കുന്നത്. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ. EPC. ഇതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ വരുമ്പോൾ മുൻപ് പലർക്കായി നൽകിയിരുന്ന ലാഭം മുഴുവൻ ഇനി ഒറ്റ ബാലൻസ് ഷീറ്റിലേക്കാണ് വരുന്നത്. വാവ്! അപ്പോൾ നമ്മൾ സാധാരണ പറയും പോലെ ഇതൊരു അവഞ്ചേഴ്സ് ടീം ഒന്നിക്കുന്നത് പോലെയാണല്ലോ. ഒരു പരിധിവരെ അങ്ങനെ പറയാം. അല്ലേ? ഡിസൈൻ ചെയ്യാൻ മിടുക്കരായ LICL-ഉം നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള LEWL-ഉം ഒക്കെ ഒന്നിക്കുമ്പോൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വലിയൊരു ശക്തിയായി അവർ മാറുന്നു. അവഞ്ചേഴ്സ് എന്നൊക്കെ പറയാൻ നല്ല രസമുണ്ട്. പക്ഷെ സാമ്പത്തികമായി നോക്കുമ്പോൾ ഇത് അതിലും കുറച്ചുകൂടി പ്രായോഗികമായ ഒരു കാര്യമാണ്. ഇവിടെ ആർക്കും സൂപ്പർ പവറുകളൊന്നുമില്ല. അതെ, അത് ശരിയാ. മറിച്ച് ഒരു ബക്കറ്റിലെ ചോർച്ചകൾ മുഴുവൻ അടയ്ക്കുന്നതിന് തുല്യമാണിത്. മുൻപ് ഉപകരാറുകൾ വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന പണം കമ്പനിക്കുള്ളിൽ തന്നെ നിലനിർത്താൻ ഇതിലൂടെ സാധിക്കുന്നു. ഒരു സമ്പൂർണ്ണ സൊല്യൂഷൻ നൽകാൻ കഴിയുന്നതുകൊണ്ട് തന്നെ വലിയ പ്രൊജക്റ്റുകൾ കൂടുതൽ എളുപ്പത്തിൽ നേടിയെടുക്കാനും അവർക്ക് കഴിയുന്നു. ഇത് അവരുടെ ലാഭവിഹിതം അവിശ്വസനീയമാം വിധം വർദ്ധിപ്പിച്ചു. ആ ലാഭവിഹിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ കണക്കുകൾ ഓർമ്മ വരുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഫിനാൻഷ്യൽ ഇയർ 26-ലെ
അതായത് ഈ ലയനത്തിന് ശേഷമുള്ള പ്രോഫോർമ വരുമാനം 3253.89 കോടി രൂപയാണ്. വലിയൊരു തുകയാണത്. അതെ, അതായത് 3253 കോടിയിലധികം രൂപ. ഇതിന്റെ പ്രവർത്തന ലാഭം, അതായത് എബിട്ട 489.87 കോടി രൂപയുമാണ്. ഏതാണ്ട് 15% മുകളിൽ വരും ഈ മാർജിൻ. വളരെ മികച്ച മാർജിനാണ്. അറ്റാദായം 330.73 കോടി രൂപയുമുണ്ട്. കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക് ഇപ്പോൾ 8335 കോടി രൂപയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. അതെ, ആ ഓർഡർ ബുക്ക് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇതിൽ അടിസ്ഥാന സൗകര്യ വികസന വിഭാഗത്തിൽ നിന്ന് മാത്രം 5691 കോടി രൂപയുടെ ഓർഡറുകളുണ്ട്. പക്ഷെ ഒരു നിമിഷം, ഇവിടെ ഒരു വലിയ സംശയം ന്യായമായും ഉയർന്നുവരാം. എന്താണ്? കടലാസിൽ 8300 കോടിയുടെ ഓർഡർ ബുക്ക് കാണാൻ വളരെ നല്ലതാണ്. എന്നാൽ ഇത്രയും വേഗത്തിൽ വലിയ കോൺട്രാക്റ്റുകൾ എടുക്കുമ്പോൾ സാധാരണയായി കമ്പനികളുടെ താളം തെറ്റാറില്ലേ? മനസ്സിലായി. എക്സിക്യൂഷൻ റിസ്ക്. അതെ, കൃത്യസമയത്ത് പണി തീർക്കാൻ കഴിയാതെ വരികയോ ക്വാളിറ്റി കുറയുകയോ ഒക്കെ ചെയ്യാൻ വലിയ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ കമ്പനി ഇത്രയും വലിയൊരു എക്സിക്യൂഷൻ റിസ്ക് നേരിടാൻ പോകുന്നത്? വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത്. പെട്ടെന്നൊരു കമ്പനി വളരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണിത്. ഓർഡറുകൾ ഒരുപാടുണ്ടാകും, പക്ഷെ അത് സമയബന്ധിതമായി തീർക്കാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടും. അതാണല്ലോ പതിവ്. എന്നാൽ LEWLന്റെ കാര്യത്തിൽ ഈ റിസ്ക് കുറവാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഈ ഓർഡറുകൾ ആരൊക്കെയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് എന്ന് നോക്കുക. അതെ, വലിയ പേരുകളാണതിലുള്ളത്. റിലയൻസ്, ആർസലർ മിത്തൽ നിപ്പോൺ സ്റ്റീൽ, പിന്നെ HPCL തുടങ്ങിയ വമ്പൻ കമ്പനികളാണ് ഇവരുടെ പ്രധാന ക്ലയന്റുകൾ. ഇതിൽ റിലയൻസ് പോലൊരു കമ്പനി അവരുടെ സമയക്രമത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം കർശനമാണെന്ന് നമുക്കറിയാം. അതെ, അവർക്ക് ഡിലേ ഒന്നും ഒട്ടും താൽപ്പര്യമില്ലാത്ത കാര്യമാണ്. കൃത്യമായി. ഇങ്ങനെയുള്ള വലിയ കമ്പനികളിൽ നിന്ന് ഇവർക്ക് തുടർച്ചയായി, അതായത് റിപ്പീറ്റായി ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. അതായത് ഈ കമ്പനികൾക്ക് ഇവരുടെ കാര്യക്ഷമതയിൽ വലിയ വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, റിപ്പോർട്ടിൽ പറയുന്ന സെയിൽ ഇസ്കോ സ്റ്റീൽ പ്ലാന്റിലെ പ്രൊജക്റ്റാണ്. പ്രൈമേറ്റൽസുമായി ചേർന്ന് ചെയ്യുന്ന ആ വലിയ പ്രൊജക്റ്റ് അല്ലേ? അതെ, അതുതന്നെ. 613 കോടി രൂപയും ഒപ്പം 18 മില്യൺ യൂറോയും അടങ്ങുന്ന ഒരു വമ്പൻ പ്രൊജക്റ്റാണിത്. സെയിൽ ഇസ്കോ പ്ലാന്റിൽ ഒരു വർഷം 4.2 മില്യൺ ടൺ ഉൽപ്പാദനശേഷിയുള്ള ഒരു പെല്ലറ്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനാണ് ഈ ഓർഡർ. വാവ്, അതൊരു വലിയ സ്കെയിലാണല്ലോ. തീർച്ചയായും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷം ലക്ഷക്കണക്കിന് ടൺ ഇരുമ്പ് സംസ്കരിക്കുന്ന ഒരു വലിയ പ്ലാന്റ് നിർമ്മിക്കുക എന്നത് വെറുമൊരു കെട്ടിടം പണിയുന്നത് പോലെയല്ല. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ അവിടെ ആവശ്യമാണ്. പ്രൈമെറ്റൽസ് പോലൊരു ആഗോള കമ്പനി ഇവർക്കൊപ്പം ചേർന്ന് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നത് തന്നെ ആഗോളതലത്തിൽ ഇവരുടെ എക്സിക്യൂഷൻ കഴിവിനുള്ള വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ എക്സിക്യൂഷന്റെ കാര്യത്തിൽ അവർ വ്യക്തമായ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതെ. ഇനി നമ്മളിതിലെ മറ്റൊരു സുപ്രധാനമായ ഭാഗത്തേക്ക് വരികയാണ്. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ ഭാഗം കൂടിയാണിത്. ഇവർ വെറും വലിയ ഇരുമ്പ് പൈപ്പുകൾ ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. തികച്ചും ആധുനികമായ സാങ്കേതിക വിദ്യകളിലേക്കും അവർ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇതിലൊന്നാണ് ദി മെറ്റീരിയൽ വർക്ക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഇക്കോ പിക്കിൾഡ് സർഫസ് അഥവാ EPS ജനറേഷൻ 4 എന്ന സാങ്കേതിക വിദ്യ. ശരിയാണ്. ഇതിനോടകം തന്നെ 50 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താണ് ശരിക്കും ഈ പിക്കിൾഡ് സർഫേസ് സാങ്കേതിക വിദ്യ എന്ന് പലർക്കും സംശയമുണ്ടാകാം. ഇതൊരു വലിയ സാങ്കേതിക മുന്നേറ്റമാണ്. അതായത് സാധാരണയായി സ്റ്റീൽ നിർമ്മാണത്തിൽ പിക്കിളിംഗ് എന്നൊരു പ്രക്രിയയുണ്ട്. പിക്കിളിംഗ് ഇരുമ്പ് ഷീറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ രൂപപ്പെടുന്ന തുരുമ്പും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യേണ്ടതുണ്ട്. പരമ്പരാഗതമായി ഇത് ചെയ്യുന്നത് ഈ ഇരുമ്പു ഷീറ്റുകളെ വലിയ ടാങ്കുകളിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയെടുത്താണ്. ആസിഡിൽ മുക്കിയെടുക്കും? അതെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് ടൺ ഇരുമ്പ് ഇങ്ങനെ ആസിഡിൽ മുക്കിയെടുക്കുമ്പോൾ എത്രമാത്രം ആസിഡ് വേണ്ടിവരും? ഒരുപാട് വേണ്ടിവരും. ഉപയോഗത്തിനു ശേഷം ഈ വിഷാംശമുള്ള ആസിഡ് പരിസ്ഥിതിക്ക് കോട്ടമില്ലാതെ സംസ്കരിച്ചു കളയുക എന്നത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. ഇവിടെയാണ് EPS ജനറേഷൻ 4 എന്ന സാങ്കേതിക വിദ്യയുടെ പ്രസക്തി. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നേ? അതായത് ആസിഡിന് പകരം ചെറിയ ഇരുമ്പ് തരികളും വെള്ളവും ചേർന്ന ഒരു മിശ്രിതം ഉപയോഗിച്ച്
വളരെ ശക്തമായി സ്പ്രേ ചെയ്ത് ഈ തുരുമ്പ് നീക്കം ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പ്രക്രിയയാണിത്. അതായത് ആസിഡിന്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാകുന്നു അല്ലേ? കൃത്യമായി. ഈയൊരു മാറ്റത്തിലൂടെ ആസിഡ് വാങ്ങാനും അത് സൂക്ഷിക്കാനും പിന്നീട് അത് സംസ്കരിക്കാനുമുള്ള വലിയൊരു തുകയാണ് കമ്പനികൾക്ക് ലാഭിക്കാൻ കഴിയുന്നത്. അതെ, വലിയൊരു ലാഭം തന്നെയല്ലേ അത്? കൂടാതെ പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ സാങ്കേതികവിദ്യ ഭാവിയിൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെടാൻ പോകുന്നത്. വളരെ വ്യക്തമായി കേവലം ഇരുമ്പിൽ നിന്നും മാറിയ ഒരു പരിസ്ഥിതി സൗഹൃദ ടെക്നോളജി അവർ വിൽക്കുന്നു. അതുപോലെ തന്നെ TB ഗ്ലോബൽ ടെക്നോളജീസ് എന്ന കമ്പനിയുമായി ചേർന്ന് മറൈൻ ലോഡിംഗ് ആമുകൾ നിർമ്മിക്കുന്നുണ്ട്. വലിയ എണ്ണക്കപ്പലുകളിൽ നിന്നും തുറമുഖങ്ങളിലേക്ക് എണ്ണയും ഗ്യാസും മാറ്റാൻ ഉപയോഗിക്കുന്ന ഭീമാകാരമായ റോബോട്ടിക് കൈകളാണ് ഈ മറൈൻ ലോഡിംഗ് ആമുകൾ. ഇതിന് 7.9 കോടി രൂപയുടെ ഓർഡറുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. CEMIയുമായി ചേർന്ന് അവർ നടപ്പിലാക്കുന്ന പ്രോസസ് ഓപ്റ്റിമൈസേഷൻ പദ്ധതികൾ. ഒരു സ്റ്റീൽ കമ്പനി സോഫ്റ്റ്വെയർ സേവനങ്ങൾ വിൽക്കുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെ അതിശയമാണ്. അതെ, പരമ്പരാഗത നിർമ്മാണ മേഖലയിൽ നിന്ന് സോഫ്റ്റ്വെയർ സേവനങ്ങളിലേക്കുള്ള ഈ മാറ്റം അവരുടെ ബിസിനസ് മോഡലിനെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതൊരു വ്യവസായത്തെ മാറ്റുന്നത് എന്ന് നോക്കാം. ഓക്കേ. മുൻപ് ഒരു കമ്പനി ഒരു യന്ത്രം വിറ്റാൽ അതോടെ ആ ഇടപാട് അവിടെ അവസാനിച്ചു. പിന്നീട് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ മാത്രമാണ് അടുത്ത ബന്ധം വരുന്നത്. അതെ, സർവീസിന് വേണ്ടി മാത്രം. എന്നാൽ CEMIയുമായി ചേർന്നുള്ള ഈ സാങ്കേതികവിദ്യയിൽ ഫാക്ടറികളിലെ യന്ത്രങ്ങളിൽ ധാരാളം സെൻസറുകൾ ഘടിപ്പിക്കുന്നു. ഈ സെൻസറുകൾ യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഡേറ്റ നിരന്തരം ശേഖരിച്ച് ക്ലൗഡിലേക്ക് അയക്കും. ഓഹോ, അപ്പോൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അതായത് ഒരു യന്ത്രം കേടാകുന്നതിന് മുമ്പ് തന്നെ അതെപ്പോഴാണ് കേടാകാൻ സാധ്യതയുള്ളതെന്ന് ഈ സിസ്റ്റം മുൻകൂട്ടി പ്രവചിക്കുമല്ലേ? അതെ, പ്രെഡിക്റ്റീവ് മെയിന്റനൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു വലിയ ഫാക്ടറിയിൽ ഒരു യന്ത്രം കേടായി പണി നിൽക്കാന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായും. ഈ സാങ്കേതിക വിദ്യ വഴി അത് മുൻകൂട്ടി കണ്ട് തടയാൻ സാധിക്കുന്നു. ഏറ്റവും രസകരമായ സാമ്പത്തിക വശം എന്താണെന്നാൽ ഇതൊരു SaaS അഥവാ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡലിലാണ് അവർ നൽകുന്നത്. അപ്പോൾ അതൊരു റെക്കറിംഗ് വരുമാനമാണല്ലോ. അതെ, ഇതിലൂടെ കമ്പനിക്ക് തുടർച്ചയായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സാധിക്കുന്നു. വെറുമൊരു നിർമ്മാണ കമ്പനി എന്ന നിലയിൽ നിന്നും ഫാക്ടറികൾക്ക് ബുദ്ധി നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡറായി അവർ മാറുകയാണ്. ശരിക്കും കമ്പനിയുടെ മുഖച്ഛായ മാറ്റുന്ന കാര്യങ്ങളാണിവ. എന്നാൽ ഇതൊന്നുമല്ല എന്ന് തോന്നുന്ന മറ്റൊരു വമ്പൻ മേഖലയിലേക്കാണ് ഈ കമ്പനി ഇപ്പോൾ ചുവടുവെച്ചിരിക്കുന്നത്. ഡിഫൻസ്. അതെ, രാജ്യസുരക്ഷയും പ്രതിരോധ മേഖലയും. ഒരു പരമ്പരാഗത എഞ്ചിനീയറിംഗ് കമ്പനി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. പോളണ്ടിലെ ഫ്ലൈ ഫോക്കസ് എന്ന കമ്പനിയുമായി ചേർന്ന് അവർ ഡ്രോണുകൾ നിർമ്മിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് FPV, പിന്നെ സീജന്റ് എന്നീ വിഭാഗങ്ങളിലുള്ള ഡ്രോണുകൾ. അവിടെ നമ്മൾ ഈ സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. FPV എന്നാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ. അതായത് ഡ്രോണിലെ ക്യാമറയിലൂടെ നേരിട്ട് കണ്ട് വളരെ കൃത്യതയോടെ ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്താൻ കഴിയുന്ന ഡ്രോണുകളാണിവ. ഇന്നത്തെ കാലത്തെ യുദ്ധങ്ങളിൽ ഇവയുടെ പങ്ക് വളരെ വലുതാണല്ലോ. തീർച്ചയായും. രണ്ടാമത്തത് സീജന്റ് അഥവാ സിഗ്നൽ ഇന്റലിജൻസ് ഡ്രോണുകൾ. ശത്രുക്കളുടെ റേഡിയോ സന്ദേശങ്ങളും മറ്റ് ആശയവിനിമയങ്ങളും വളരെ ദൂരെ നിന്ന് തന്നെ ചോർത്താനും നിരീക്ഷിക്കാനും ഉപയോഗിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണിത്. ഇത്രയും സങ്കീർണമായ ഡ്രോണുകൾ മാത്രമല്ല, ക്ലിവർ പോൾസ്കയുമായി ചേർന്ന് അവർ റേഡാർ സിസ്റ്റങ്ങളും നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ഇറ്റലിയിലെ പ്രശസ്തരായ ഫിൻകാൻഡിയറിയുമായി ചേർന്ന് നാവികസേനാ ഉപകരണങ്ങളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു ഡീലാണ്. അതെ, ഇതിനകം തന്നെ 127 കോടിയിലധികം രൂപയുടെ ഓർഡർ ഈ വിഭാഗത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വെള്ളത്തിനടിയിൽ അഥവാ മുങ്ങിക്കപ്പലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങൾക്കായി വെർച്വൽ ലാബ്സുമായി അവർ സഹകരിക്കുന്നുണ്ട്. ആകാശത്തും കടലിനു മുകളിലും കടലിനടിയിലും തങ്ങളുടെ സാന്നിധ്യം അവർ ഉറപ്പിക്കുകയാണ്. ഈ പ്രതിരോധ മേഖലയിലേക്കുള്ള മാറ്റത്തിന് പിന്നിൽ വളരെ വലിയൊരു ബിസിനസ് തന്ത്രമുണ്ട്. ഇപ്പോ നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എത്രയാണെന്നറിയാമോ? വളരെ വലുതായിരിക്കുമല്ലോ. ഏകദേശം 7.85 ലക്ഷം കോടി രൂപയാണ്. ഈ വലിയൊരു തുകയിലേക്കാണ് കമ്പനി നോട്ടമിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയം മേക്ക് ഇൻ ഇന്ത്യ എന്നതാണ്. എല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നത്. അതായത് പ്രതിരോധ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ വെച്ച് തന്നെ നിർമ്മിച്ചവയാകണം. ഈയൊരു അവസരം മുതലാക്കാൻ LEWL ഉപയോഗിക്കുന്ന തന്ത്രമാണ്
ടെക്നോളജി ട്രാൻസ്ഫർ അഥവാ സാങ്കേതികവിദ്യ കൈമാത്രം. അതായത് അവർ സ്വയം പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ വർഷങ്ങൾ ചെലവാക്കുന്നില്ല, പകരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളുമായി പങ്കാളികളാകുന്നു. കൃത്യമായി. ഫിൻകാന്റിയറി പോലൊരു കമ്പനി നാവികസേനാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവരാണ്. അവരുടെ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ കൊണ്ടുവന്ന് LEWLന്റെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നു. അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. തീർച്ചയായും. ഇതിലൂടെ വർഷങ്ങൾ നീളുന്ന ഗവേഷണങ്ങൾ ഒഴിവാക്കാനും ആഗോള നിലവാരമുള്ള ഉപകരണങ്ങൾ അതിവേഗം ഇന്ത്യൻ സൈന്യത്തിന് നൽകാനും അവർക്ക് കഴിയുന്നു. ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന വലിയ ഡിഫൻസ് കോൺട്രാക്റ്റുകൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഇവരെ സഹായിക്കുന്നു. അതെ, വെറുമൊരു മെക്കാനിക്കൽ സപ്ലയർ എന്ന നിലയിൽ നിന്നും പൂർണ്ണമായൊരു മൾട്ടി ഡൊമെയിൻ ഡിഫൻസ് എഞ്ചിനീയറിംഗ് കമ്പനിയായി അവർ മാറിക്കഴിഞ്ഞു. ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്നൊരു വളർച്ചയാണത്. നമ്മളിപ്പോൾ അവരുടെ സാമ്പത്തിക വളർച്ച, പുതിയ സാങ്കേതിക വിദ്യകൾ, പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തം ഇതെല്ലാം വളരെ വിശദമായി സംസാരിച്ചു. എന്നാൽ ഈ ബിസിനസ് കണക്കുകൾക്കും ലാഭങ്ങൾക്കും അപ്പുറം ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്: അവർ സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റം. CSR പ്രവർത്തനങ്ങൾ. അതെ. അക്ഷയ ചൈതന്യ എന്ന സംഘടനയുമായി ചേർന്ന് അവർ നടത്തുന്ന ബാൽ ശിക്ഷ ആഹാര എന്ന പദ്ധതിയാണത്. 2089 വിദ്യാർത്ഥികളിൽ അവർ നടത്തിയൊരു പഠനത്തിലെ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ആ പഠനത്തിൽ കണ്ടെത്തിയത്? അതിൽ കണ്ടെത്തിയത് ഇതിലെ 52.4% കുട്ടികളും മിതമായ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണ്. കൂടാതെ 12.9% കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവും നേരിടുന്നുണ്ട്. അത് വളരെ സങ്കടകരമായ ഒരു കണക്കാണ്. അതെ. ഈ കുട്ടികൾക്ക് ദിവസവും സ്കൂളുകളിൽ ചൂടുള്ള ഭക്ഷണം നൽകുന്നതിലൂടെ ക്ലാസുകളിൽ അവരുടെ ശ്രദ്ധയും പഠനത്തിലുള്ള പങ്കാളിത്തവും വലിയ രീതിയിൽ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു സാമൂഹിക ഇടപെടൽ എന്നതിനപ്പുറം ഇതൊരു രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപം കൂടിയാണ്. പോഷകാഹാരക്കുറവ് കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. തീർച്ചയായും. പല കുട്ടികൾക്കും ദിവസത്തിലെ ആദ്യത്തെ പോഷകസമൃദ്ധമായ ഭക്ഷണം ഇതായിരിക്കും. ഈ ഭക്ഷണം ഉറപ്പാക്കുന്നതിലൂടെ കുട്ടികളുടെ സ്കൂളിലെ ഹാജർ നില വർദ്ധിക്കുന്നു, അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നു. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി തങ്ങളുടെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം ഇത്തരം അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സാങ്കേതികവിദ്യ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഇത്തരം മാറ്റങ്ങളിലൂടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതെ. ബിസിനസ് വളരുന്നതിനൊപ്പം തന്നെ സമൂഹത്തെയും ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നത് ഏതൊരു കമ്പനിക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ എല്ലാ വശങ്ങളിലൂടെയും ഒന്ന് കടന്നുപോയി. ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന കമ്പനി ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്നും സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യ വികസനവും പ്രതിരോധ ഉപകരണ നിർമ്മാണവും സമന്വയിപ്പിച്ച ഒരു വമ്പൻ ശക്തിയായി മാറിയതിന്റെ കൃത്യമായ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. കേവലം ഇരുമ്പു പൈപ്പുകൾ മുറിക്കുന്നതിൽ നിന്ന് തുടങ്ങി ഇന്ന് ആകാശത്തു പറക്കുന്ന ഡ്രോണുകളിലും കടലിനടിയിലെ സങ്കീർണമായ യന്ത്രങ്ങളിലും ഫാക്ടറികളെ നിയന്ത്രിക്കുന്ന സ്മാർട്ട് സോഫ്റ്റ്വെയറുകളിലും വരെ അവർ എത്തിനിൽക്കുന്നു. അതെ. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് രംഗം എത്രത്തോളം വേഗത്തിലാണ് ആധുനികവൽക്കരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു മാറ്റം വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കും. ഈ മാറ്റങ്ങൾ നമ്മോട് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഭാവിയിലെ വ്യവസായങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും സോഫ്റ്റ്വെയറും പ്രതിരോധ സാങ്കേതികവിദ്യയും എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്നവർക്കാണ് ഭാവിയിൽ മുൻതൂക്കം ലഭിക്കുക. അത് ശരിയാണ്. ലോകമെമ്പാടുമുള്ള മികച്ച സാങ്കേതികവിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അതിവിടെ തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ LEWL ആഗോള തലത്തിൽ തന്നെ വലിയൊരു മാതൃകയാണ് സൃഷ്ടിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പഴയ പൊടിപിടിച്ച ഫാക്ടറിയുടെ ചിത്രം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഫാക്ടറി ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കായൊരു ചോദ്യം ഞാൻ ബാക്കി വയ്ക്കുന്നു. ഇപ്പോ പരമ്പരാഗത എഞ്ചിനീയറിംഗ് കമ്പനികൾ പോലും ഇന്ന് ഡ്രോണുകളും ആധുനിക സോഫ്റ്റ്വെയറുകളും Disclaimer: This video features AI-generated audio-visual content. Investments are subject to market risks. Please do your own research or consult a registered financial advisor.